ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ബബിത ഫോൺ വിളിക്കുകയാണ്. അമലിനെ ഫോൺ വിളിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അലീന അതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന സമയത്ത് അലീന എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ബബിതയ്ക്ക് അവളിതൊക്കെ കേട്ടോ വിചാരിച്ചിട്ട് വല്ലാത്ത പേടിയാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണജ അവളുടെ അമ്മേനെ വിളിക്കുന്നുണ്ട്. വൈജയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ ആസ്പത്രിയിലേക്ക് വരട്ടെ, അച്ഛനെയും കാണാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ആരോടൊപ്പം വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണജോട്. അപ്പോൾ കൃഷ്ണജ പറയുന്നുണ്ട്, ഞാൻ അലീന ചേച്ചിയെ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജ സമ്മതിക്കണില്ല. വൈജ പറയുന്നുണ്ട്, നീ അവളെ കൂട്ടിയിട്ടൊന്നും വരണ്ട അങ്ങോട്ട്, നീ ഒറ്റയ്ക്ക് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ കൃഷ്ണജ ആസ്പത്രിയിലേക്ക് പോയിട്ട് നമ്മുടെ ബാലചന്ദ്രനെ കാണുന്നത്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ അമ്മയെ കാണാതെ കൂട്ടാക്കാത്ത, അമ്മയെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേനെ നിനക്ക് കാണിക്കണമെന്നുണ്ടോ, എന്നാൽ പിന്നെ അവൻ ഇതൊക്കെ വലിച്ചിട്ടിട്ട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ അമ്മോട് കാണാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അതൊക്കെ വലിച്ചിടുമ്പോഴേക്കും നമ്മളെ കൃഷ്ണജ തടയുന്നുണ്ട്. നഴ്സുമാരൊക്കെ ഓടി വന്നിട്ട് അതൊക്കെ പിന്നെയും ഫിറ്റ് ചെയ്തിട്ട് ബാലചന്ദ്രനെ സമാധാനമായിട്ട് കടത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് അലീന മിറ്റടിക്കുന്ന സമയത്ത് അലീനോട് പറയുന്നത്, നിനക്ക് തീരെ സംസ്കാരമില്ലടി, നീ സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണല്ലോ കാട്ടിക്കൂട്ടണം എന്നൊക്കെ ചോദിക്കണം. എങ്ങനെ നിനക്ക് സംസ്കാരം ഉണ്ടാവുക, ഏതോ ഒരു പഴച്ചവൾ നിന്നെ പ്രസവിച്ചിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കിയതല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് സംസ്കാരം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് അലീന വൈജയോട് പറയുന്നുണ്ട്, പഴച്ച് പ്രസവിക്കണത് സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണെന്ന് മാഡത്തിന് അറിയാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു മാതിരി ആവണ്ടേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഉദ്ദേശിച്ചിട്ടാണ് നീ അങ്ങനെ പറയണതെന്ന്, ഉദ്ദേശിച്ചതെന്ന് മാഡത്തിന് നന്നായി അറിയാം, മാഡം ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ അലീനയ്ക്ക് അറിയാമെന്ന്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.